കാസർകോട്ടെ ചോദ്യാവലി വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കടുത്ത അതൃപ്തി. ചോദ്യാവലിയിൽ ചോദ്യം ഉൾപ്പെട്ടത് അശ്രദ്ധ മൂലമല്ല എന്ന് വിലയിരുത്തൽ. അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ബോധപൂർവമുള്ള ഇടപെടലുണ്ടായി. സസ്പെൻഷൻ വേണമെന്ന് നിർദ്ദേശിച്ചത് വിദ്യാഭ്യാസ മന്ത്രി. നടപടി അധ്യാപകർക്കും ജീവനക്കാർക്കുമുള്ള സന്ദേശം എന്ന നിലയ്ക്കും വകുപ്പ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധ്യാപകരും ഉദ്യോഗസ്ഥരും ജാഗ്രത പാലിക്കണം. ഇക്കാര്യം പൊതു നിർദ്ദേശമായി പുറത്തിറക്കാനും തീരുമാനം. ഗോപാൽ ശീലാസ് അനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, അധ്യാപകന്റെ വിശദീകരണം വന്നത് ഇത് ഗൂഗിളിന്റെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ ചോദ്യാവലിയാണ്, ഞാനതൊന്നും വായിച്ചിട്ട് പോലുമില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ബോധപൂർവമാണ് ഈ ഇടപെടൽ ഉണ്ടായത് എന്നത് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പൊതു മാനദണ്ഡം പുറത്തിറക്കാനുള്ള തീരുമാനവും ഉണ്ടായിരിക്കുന്നു. സസ്പെൻഷൻ നടപടിയടക്കം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം തീരുമാനമാണ്. അത് തീർച്ചയായിട്ടും മാധു, അങ്ങനെ തന്നെയാണ്. നേരത്തെ അധ്യാപകൻ നൽകിയ വിശദീകരണം താൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയ വിവരം വെച്ച് മാത്രമാണ് ഈ ചോദ്യം തയ്യാറാക്കിയത് എന്നും മറ്റ് രാഷ്ട്രീയ വ്യക്തി താല്പര്യങ്ങളൊന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല എന്നുമായിരുന്നു. പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളുകയാണ് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും. കാരണം കടുത്ത അതൃപ്തി ഈ ചോദ്യാവലിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ മന്ത്രിക്കുണ്ട്. ഈ വിവാദം അനാവശ്യമായിരുന്നുവെന്നും അത് ബോധപൂർവം ഉൾപ്പെടുത്തപ്പെട്ടതാണും അല്ലെങ്കിൽ ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത ഒരു വിവാദമാണ് എന്നതുമാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ വിലയിരുത്തുന്നത്. വെറും ഒരു അശ്രദ്ധ മൂലമല്ല ഈ ചോദ്യാവലിയിൽ വി ഡി സവർക്കറെ സ്തുതിച്ചുകൊണ്ടുള്ള ചോദ്യം ഉൾപ്പെട്ടത്. അത് കൃത്യമായി അധ്യാപകൻ ബോധപൂർവം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. അതിനോടൊപ്പം തന്നെ അതിൽ രാഷ്ട്രീയപരമായ താല്പര്യമുള്ളത് കൊണ്ട് കൂടി മാത്രമാണ് ഇത് ചോദ്യത്തിൽ വന്നത് എന്നതും വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇതൊരു താക്കീതിലോ ശാസനയിലോ മാത്രം അവസാനിപ്പിക്കാതെ കൃത്യമായ സന്ദേശം എന്ന നിലയ്ക്ക് ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് തന്നെ അച്ചടക്ക നടപടിയെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എത്തിച്ചത്. സസ്പെൻഷൻ വേണമെന്ന നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയതും വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു. അതുകൂടാതെ ഈ സസ്പെൻഷൻ ഒരു ജാഗ്രതാ സന്ദേശം പൊതുവിൽ അധ്യാപകർക്കും ജീവനക്കാർക്കുമുള്ള സന്ദേശമായി കൂടി കണക്കിലെടുക്കണം എന്ന തരത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇനിയുള്ള സമയത്താണെങ്കിലും ഇത്തരത്തിൽ രാഷ്ട്രീയ വർഗീയ താല്പര്യങ്ങളോട് കൂടിയുള്ള ചോദ്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ സംവാദങ്ങളോ വിവാദങ്ങളോ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പൊതുവിൽ വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള പൊതു നിർദ്ദേശം കൂടി പുറത്തിറക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. യെസ്, ഗോപാൽ ശീലാസ് അനിലാണ് വിവരങ്ങൾ നൽകിയത്.